ബലാത്സംഗ കേസിൽ അറസ്റ്റിലാവുകയും ജാമ്യത്തിലിറങ്ങി രാജ്യം വിടുകയും ചെയ്ത സ്വയം പ്രഖ്യാപിത ആൾദൈവം നിത്യാനന്ദ ജീവത്യാഗം ചെയ്തുവെന്ന റിപ്പോർട്ടുകൾ പ്രചരിക്കുകയാണ്. നിത്യാനന്ദ ജീവത്യാഗം ചെയ്തുവെന്ന ഈ വാർത്ത പക്ഷേ നിത്യാനന്ദ പ്രഖ്യാപിച്ച സാങ്കല്പിക രാജ്യമായ കൈലാസ നിഷേധിച്ചിരിക്കുകയാണ്. വിഡ്ഢിദിനമായ ഏപ്രിൽ 1 നിത്യാനന്ദയുടെ മരണവാർത്ത ദേശീയ മാധ്യമങ്ങളിലടക്കം റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ ഇതിനു പിന്നാലെ വ്യാജ പ്രചാരണമാണ് നടക്കുന്നതെന്ന് കൈലാസ പ്രസ്താവനയിൽ അറിയിച്ചു. നിത്യാനന്ദയുടെ മരുമകനായ സുന്ദരേശ്വർ ആയിരുന്നു മരണവാർത്ത ആദ്യം പുറത്തുവിട്ടത്. ഇന്ത്യയിലുടനീളം ആശ്രമങ്ങൾ സ്ഥാപിച്ച് പ്രവർത്തിച്ചിരുന്ന നിത്യാനന്ദ 2019 രാജ്യം വിട്ടത്. ലൈംഗികാതിക്രമം, ലൈംഗിക ചൂഷണം, കുട്ടികളെ തട്ടിക്കൊണ്ടുപോകൽ തുടങ്ങി നിരവധി കേസുകളാണ് ഇയാൾക്കെതിരെ എടുത്തിട്ടുള്ളത്. കോടതി നടപടികൾ ഭയന്ന് രാജ്യം വിട്ട നിത്യാനന്ദ പിന്നീട് കൈലാസ എന്ന പേരിൽ തന്റെ സാങ്കല്പിക രാജ്യം പ്രഖ്യാപിക്കുകയും ചെയ്തു. കൈലാസ രാജ്യത്തിന്റെ ഒരു വെബ്സൈറ്റ് തുടങ്ങിയും റിസർവ് ബാങ്ക് ഓഫ് കൈലാസ വരെ സ്ഥാപിച്ചുമായിരുന്നു നിത്യാനന്ദ തന്റെ സാങ്കല്പിക ലോകം വ്യാപിപ്പിക്കാൻ ശ്രമിച്ചത്. ഇക്കഡോറിലെ ഏതോ ഒരു ദ്വീപിലാണ് കൈലാസ രാജ്യവുമായി നിത്യാനന്ദ താമസിക്കുന്നതാണ് വിവരം. അതേസമയം ടൂറിസ്റ്റ് വിസയിലെത്തി തദ്ദേശീയരുടെ വസ്തു തട്ടിയെടുത്ത കൈലാസ രാജ്യത്തെ 20 അംഗങ്ങളെ നാടുകടത്തിയതായി ബൊളീവിയ ഇമിഗ്രേഷൻ മന്ത്രാലയം അറിയിച്ചു. 2024 നവംബറിലും 2025 ജനുവരിയിലുമായാണ് ഇവർ രാജ്യത്ത് എത്തിയിരുന്നതെന്നും അധികൃതർ വ്യക്തമാക്കി. തമിഴ്നാട്ടിലെ തിരുവണ്ണാമല സ്വദേശിയാണ് നിത്യാനന്ദ. അരുണാചലം രാജശേഖരൻ എന്നാണ് മാതാപിതാക്കൾ ഇട്ട പേര്. ദിവ്യമായ കഴിവുകൾ ഉണ്ടെന്ന് അവകാശപ്പെട്ട നിത്യാനന്ദയ്ക്ക് ധാരാളം അനുയായികൾ ഉണ്ടാവുകയും രാജ്യത്തുടനീളം ആശ്രമങ്ങൾ സ്ഥാപിക്കുകയുമായിരുന്നു. 2010 തന്റെ അനുയായിയും സിനിമാ നടിയുമായ രഞ്ജിതയ്ക്കൊപ്പമുള്ള നിത്യാനന്ദയുടെ അശ്ലീല വീഡിയോ പുറത്തു വരികയുണ്ടായി. ഇതിനുശേഷമായിരുന്നു ഇയാൾക്കെതിരെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടായതും രാജ്യം വിടുന്നതിലേക്ക് നയിച്ചതും.